Integration and differentiation of power series. Let C denote any contour interior to the circle of convergence of the power series S of z equal to sigma n equal to 0 to infinity a n z minus z naught all raised to n. Let g of z be any function that is continuous on C, then the series formed by multiplying each term of the power series by g of z can be integrated term by term over C. That is, integral over C g of z into s of z dz equal to sigma n equal to 0 to infinity a n integral over C g of z into z minus z naught all raised to n dz. This is the integration of a power series. That is, we have a power series sigma n equal to 0 to infinity a n z minus z naught all raised to n. This power series is convergent in a circle. So, convergent means a power series in a sum undavum. That sum is represented by s of z in its circle of convergence with the center z naught and radius some r. And g of z is any function that is continuous on C. C means C is any closed contour interior to the circle of convergence. Circle of convergence നുള്ളിലുള്ള അതിൻ്റെ ആ സർക്കിളിൻ്റെ ഇൻറ്റീരിയറിലുള്ള ഒരു ക്ലോസ്ഡ് കോണ്ടൂറാണ് സി എന്ന് പറയുന്നത്. ദെൻ ജി ഓഫ് സെഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഓൺ സി ആണ്. അങ്ങനെയാണെങ്കിൽ ജി ഓഫ് സെഡ് ഇൻറ്റു ദിസ് പവർ സീരീസ്, സോ രണ്ട് സൈഡിലും ജി ഓഫ് സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ദെൻ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ ജി ഓഫ് സെഡ് ഇൻറ്റു എസ് ഓഫ് സെഡ് ഡി സെഡ് ഓവർ സി. അത് എന്ന് പറയുന്നത് അതായത് ഒരു സൈഡിൽ ഇൻ്റഗ്രൽ ഓവർ സി എസ് ഓഫ് സെഡ് ഇൻറ്റു ജി ഓഫ് സെഡ് ദാറ്റ്സ് ഈക്വൽ ടു നെക്സ്റ്റ് സൈഡിൽ പവർ സീരീസിനെയാണ് നമ്മൾ ജി ഓഫ് സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ടേം ബൈ ടേം ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. അതായത് ഇതൊരു ഫൈനൈറ്റ് സമ്മിന് നമുക്ക് ഈ റിസൾട്ട് ഉണ്ട്. ദറ്റ് ഈസ് ഇൻ്റഗ്രൽ ജി ഓഫ് സെഡ് പ്ലസ് സം g1 ഓഫ് സെഡ് പ്ലസ് g2 ഓഫ് സെഡ് ഡി സെഡ് എന്ന് പറഞ്ഞാൽ ടേം ബൈ ടേം ആയിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രൽ g1 സെഡ് പ്ലസ് ഇൻ്റഗ്രൽ g2 ആണ്. സോ ഒരു പവർ സീരീസിനും ആ റിസൾട്ട് ട്രൂ ആണ്. കണ്ടീഷൻ ഇതാണ്, മൾട്ടിപ്ലൈ ചെയ്യുന്ന ഫംഗ്ഷൻ ജി ഓഫ് സെഡ് കണ്ടിന്യൂസ് ആയിരിക്കണം. ഇതെല്ലാം സർക്കിൾ ഓഫ് കൺവേർജൻസിലാണ് ചെയ്യുന്നത്. ആ സീരീസ് എവിടെയാണോ കൺവേർജ് ചെയ്യുന്നത് ആ സർക്കിളിലാണ്, അതിൻ്റെ സർക്കിൾ ഓഫ് കൺവേർജൻസിലാണ് ഇതെല്ലാം ട്രൂ ആകുന്നത്. So, to prove this theorem, we have given s of z equal to sigma n equal to 0 to infinity a n z minus z naught all raised to n. This is the given power series. Then രണ്ട് സൈഡിലും g of z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. That's equal to g of z into sigma n equal to 0 to infinity a n z minus z naught all raised to n. That's equal to g of z into ഈ സമ്മേഷൻ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. സിഗ്മ n ഈക്വൽ ടു 0 ടു ക്യാപിറ്റൽ N മൈനസ് 1 a n z മൈനസ് z നോട്ട് ഓൾ റേസ് ടു n പ്ലസ് നെക്സ്റ്റ് ടേം n മുതലായിരിക്കും. സിഗ്മ n ഈക്വൽ ടു ക്യാപിറ്റൽ N ടു ഇൻഫിനിറ്റി a n z മൈനസ് z നോട്ട് ഓൾ റേസ് ടു n. ഇതിൽ ഈ ടേമിനെയാണ് നമ്മൾ റിമൈൻഡർ എന്ന് വിളിച്ചിരുന്നത്. റോ n ഓഫ് z എന്ന് ഡിനോട്ട് ചെയ്തിരുന്നു. സോ നോട്ടേഷൻ കൊടുക്കാം. ജി ഓഫ് സെഡ് ഇൻറ്റു സിഗ്മ എൻ ഈക്വൽ ടു 0 ടു n മൈനസ് 1 എ എൻ സെഡ് മൈനസ് സെഡ് നോട്ട് ഹോൾ റൈസ് ടു n പ്ലസ് റോ എൻ ഓഫ് സെഡ്, വേർ റോ എൻ ഓഫ് സെഡ് ഈസ് ദി റിമൈൻഡർ. സോ ഇൻ്റഗ്രൽ ഓവർ സി രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്തു, ദെൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് into s of z dz equal to integral over c g of z into sigma n equal to 0 to n minus 1 a n z minus z naught all raised to n dz plus integral over c g of z into rho n of z dz എന്ന് കിട്ടും. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് 0 to n minus 1 അല്ല,
0 to ഇൻഫിനിറ്റി ആണ്. ഈ 0 to n-1 എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ടേംസിൻ്റെ സമ്മാണ്, 0 മുതൽ n-1 വരെ. അപ്പോൾ അതിന് നമുക്ക് ഡയറക്റ്റായിട്ട് റിസൾട്ട് അപ്ലൈ ചെയ്യാം. കാരണം ഫൈനൈറ്റ് സമ്മിന് നേരത്തെ നമുക്ക് ഇൻ്റഗ്രേഷൻ ഓഫ് എ സം എന്ന് പറഞ്ഞാൽ സം ഓഫ് ഇൻ്റഗ്രേഷനാണ്, അത് വെച്ചിട്ട് എഴുതാം. ദാറ്റ് ഈസ് സിഗ്മ n ഈക്വൽ ടു 0 to n-1 an ഇന്റഗ്രൽ ഓവർ c g of z into z minus z naught all raised to n dz പ്ലസ് ഇന്റഗ്രൽ ഓവർ c g of z into rho n of z dz എന്ന് എഴുതാം. ഇന്റഗ്രൽ ഓവർ c g of z into s of z dz-ന്. അപ്പോൾ ഇവിടെ ഇത് ട്രൂ ആണ്. നമുക്ക് n-1 വരെ പ്രൂവ് ചെയ്താൽ പോരാ, ഇൻഫിനിറ്റി വരെ പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മളെന്ത് ചെയ്താൽ മതി, n ടെൻസ് ടു ഇൻഫിനിറ്റി, ക്യാപിറ്റൽ N ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഇത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അങ്ങനെ n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഈ ടേം എന്ത് ചെയ്യണം, 0യിലേക്ക് പോവുകയും വേണം. അപ്പോൾ അത് രണ്ടും പ്രൂവ് ചെയ്താൽ നമ്മുടെ തിയറത്തിൻ്റെ പ്രൂഫ് കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ML ഇൻഈക്വാലിറ്റി അപ്ലൈ ചെയ്യണം. അല്ലെങ്കിൽ ഈ ഒരു ടേം ഇന്റഗ്രൽ ഓവർ c g of z into rho n of z dz, അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കണം. അതുപോലെ ലെങ്ത്തും കണ്ടുപിടിച്ചിട്ട് നമ്മൾ ML ഇൻഈക്വാലിറ്റി അപ്ലൈ ചെയ്യാം. സോ g of z കണ്ടിന്യൂസ് ആണെന്നറിയാം ഓൺ c എന്ന് പറയുന്ന കർവിൽ കണ്ടിന്യൂസ് ആണ്. ദെൻ c എന്ന് പറയുന്നത് സർക്കിൾ ഓഫ് കൺവേർജൻസിനുള്ളിലുള്ള ഒരു ക്ലോസ്ഡ് കർവാണ്. സോ അത് ബൗണ്ടഡ് ആയിരിക്കും. സോ g of z ഈസ് ബൗണ്ടഡ് ബൈ സം m ഓൺ c, m എന്നെടുക്കുകയാണ് ലെറ്റർ, ആൻഡ് l എന്ന് പറയുന്ന സിയുടെ ലെങ്ത് ആണെന്ന് സപ്പോസ് ചെയ്യുക, ലെങ്ത് ഓഫ് c. ദെൻ മോഡുലസ് ഓഫ് ഈ റോ n ഓഫ് സെറ്റിൻ്റെ ഇതിനുള്ളിൽ വരുന്ന g of z കിട്ടി. ദെൻ റോ n ഓഫ് സെറ്റിൻ്റെ കാര്യം കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. റോ n ഓഫ് സെറ്റ് നമുക്കറിയാം സീരീസ് കൺവേർജൻ്റ് ആണ്, സർക്കിൾ ഓഫ് കൺവേർജൻസിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. സോ അവിടെ സീരീസ് കൺവേർജൻ്റ് ആണ്. ഒരു സീരീസ് കൺവേർജൻ്റ് ആകുമ്പോൾ, പവർ സീരീസ് കൺവേർജൻ്റ് ആകുമ്പോൾ നമുക്കറിയാം നമ്മൾ പവർ സീരീസിനെ സം പാർഷ്യൽ സമ്മ് പ്ലസ് റിമൈൻഡർ എന്നാണ് എഴുതാറ്. അപ്പോൾ പവർ സീരീസ് കൺവേർജ് ചെയ്യുന്ന ഈ റിമൈൻഡർ 0യിലേക്ക് പോകുക എന്നാണ് മീനിങ്. ദാറ്റ് ഈസ് റിമൈൻഡർ നെഗ്ലിജിബിളി സ്മോൾ ആവുക. ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് റോ n ഓഫ് സെറ്റ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. ഏതൊരു കൺവേർജൻസ് സീരീസിനും അതിൻ്റെ റിമൈൻഡർ ടെൻസ് ടു 0 ആണ്. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് റോ n ഓഫ് സെറ്റ് ലെസ് ദാൻ എപ്സിലോൺ ഫോർ എവരി എപ്സിലോൺ. ഏത് എപ്സിലോണിനും ഏത് എപ്സിലോൺ എടുത്താലും ലെസ് ദാൻ എപ്സിലോൺ ആവാം. സോ എല്ലാം കിട്ടിക്കഴിഞ്ഞു. ഇനി ആ ഇൻ്റഗ്രേഷൻ നോക്കാം. ഇന്റഗ്രൽ ഓവർ c g ഓഫ് z റോ n ഓഫ് z dz ആണ്. അതിൻ്റെ മോഡുലസ് ആണ് നമ്മൾ ML ഇൻഈക്വാലിറ്റി ഉപയോഗിച്ച് കാണുന്നത്, വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ML ഇൻഈക്വാലിറ്റി ഉപയോഗിച്ചതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് g ഓഫ് z റോ n ഓഫ് z എന്ന് പറയുമ്പോൾ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആണ് ഇതിൻ്റെ എപ്സിലോൺ. പിന്നെ സിയുടെ ലെങ്ത്ത് L ആണ്. സോ m എപ്സിലോൺ L എന്ന് കിട്ടും. ദെൻ ആസ് എപ്സിലോൺ ടെൻസ് ടു 0, ഈ റൈറ്റ് സൈഡിലെ ടേം 0യിലേക്ക് പോകും. കാരണം എമ്മും എല്ലും കോൺസ്റ്റൻ്റ് ആണ്. ആസ് എപ്സിലോൺ ടെൻസ് ടു 0 m എപ്സിലോൺ L ടെൻസ് ടു 0. ആൻഡ് ഫോർ ലിമിറ്റ്, ഇതിൻ്റെ രണ്ട് സൈഡിലും ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് ഇന്റഗ്രൽ ഓവർ c g ഓഫ് z ഇൻറ്റു റോ n ഓഫ് z dz, which is less than or equal to limit n tends to infinity m epsilon L. Then as epsilon tends to 0, this tends to 0. That means limit n tends to infinity modulus of integral over c g of z into rho n of z dz less than or equal to 0 എന്ന് കിട്ടും. So it is a modulus, so it is equal to 0. അപ്പോൾ ഈക്വൽ ടു 0 ആണെങ്കിൽ ഈ ടേം മോഡുലസ് ഓഫ് ദിസ് ടേം ഇസ് ബിക്കം 0 ഇന്റഗ്രൽ ഓവർ c g ഓഫ് z ഇൻറ്റു റോ n ഓഫ് z dz. അതിൻ്റെ മോഡുലസ് ഈക്വൽ ടു 0 ആണ്. ദാറ്റ് ഇംപ്ലൈസ് മോഡുലസ് 0 ആണെങ്കിൽ ഇന്റഗ്രൽ ഓവർ c g ഓഫ് z ഇൻറ്റു റോ n ഓഫ് z dz ഈക്വൽ ടു 0 when as n tends to
ഇൻഫിനിറ്റി. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി ആകുമ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. therefore നമ്മൾ ഇവിടെ എഴുതിയിരുന്നു. ലാസ്റ്റ് നമുക്ക് കിട്ടിയത് ഈ റിലേഷനാണ്. അവിടെയാണ് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ള കണ്ടീഷൻ കൊടുത്തപ്പോൾ ഇൻ്റഗ്രൽ 0യിലേക്ക് പോയി. ഇനി ബാക്കിയുള്ള രണ്ട് ടേമിന് എന്ത് സംഭവിക്കും എന്ന് നോക്കാം. ദാറ്റ് ഈസ് integral over c g of z into s of z dz equal to sigma n equal to 0 to n minus 1 an integral over c g of z into z minus z naught all raised to n dz plus ഒരു ടേം ഉണ്ടായിരുന്നു. ആ ടേമാണ് ഇപ്പോൾ 0 കിട്ടിയത്. ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. അപ്പോൾ n ടെൻസ് ടു ഇൻഫിനിറ്റി എന്നുള്ളത് ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. n ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ n മൈനസ് 1ഉം ടെൻസ് ടു ഇൻഫിനിറ്റി ആണ്. an ഇൻ്റഗ്രൽ ഓവർ c g ഓഫ് z ഇൻറ്റു z മൈനസ് z നോട്ട് ഓൾ റേസ് ടു n dz എന്ന് കിട്ടും. ദാറ്റ് ഈസ് ടേം ബൈ ടേം ഇൻ്റഗ്രേഷൻ പവർ സീരീസിൻ്റെ കേസിലും പോസിബിൾ ആണ്. ഇൻ ദി സർക്കിൾ ഓഫ് കൺവേർജൻസ് എന്ന് കിട്ടും. Next we have a corollary for this theorem. The sum s of z of the power series sigma n equal to 0 to infinity an z minus z naught all raised to n is analytic at each point z interior to the circle of convergence of that series. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. അതായത് ഒരു പവർ സീരീസ് നമുക്കുണ്ട്. സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an z മൈനസ് z നോട്ട് ഓൾ റേസ്ഡ് ടു n. അതിനൊരു സം ഉണ്ട്. അതിൻ്റെ സം എസ് ഓഫ് സെഡ് ആണ്. അതായത് പവർ സീരീസ് എസ് ഓഫ് സെഡിലേക്ക് കൺവേർജ് ചെയ്യുന്നു. സോ നമുക്ക് അതിൻ്റെ ഒരു സർക്കിൾ ഓഫ് കൺവേർജൻസ്, ഒരു പവർ സീരീസ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു സർക്കിൾ ഓഫ് കൺവേർജൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ സർക്കിൾ ഓഫ് കൺവേർജൻസിൽ എസ് ഓഫ് സെഡ് അനലിറ്റിക് ആയിരിക്കും. ദാറ്റ് മീൻസ് ഒരു പവർ സീരീസ് ഏത് ഫംഗ്ഷനിലേക്കാണ് അല്ലെങ്കിൽ എവിടേക്കാണോ കൺവേർജ് ചെയ്യുന്ന കൺവേർജിങ് ഫംഗ്ഷൻ സർക്കിൾ ഓഫ് കൺവേർജൻസിൽ അനലിറ്റിക് ആയിരിക്കും. അതിൻ്റെ സമ്മ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു പവർ സീരീസിൻ്റെ സമ്മ് ആ പവർ സീരീസിൻ്റെ സർക്കിൾ ഓഫ് കൺവേർജൻസിൽ അനലിറ്റിക് ആയിരിക്കും, ഒരു അനലിറ്റിക് ഫംഗ്ഷൻ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അത് പ്രൂവ് ചെയ്യാൻ നമ്മളൊരു സർക്കിൾ ഓഫ് നമുക്കൊരു സീരീസ് തന്നിട്ടുണ്ട്. സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an z മൈനസ് z നോട്ട് ഹോൾ റേസ് ടു n. അതിൻ്റെ സമ്മാണ് എസ് ഓഫ് സെഡ് ഇൻ ദി സർക്കിൾ ഓഫ് കൺവേർജൻസ് സി എന്നെടുക്കുന്നുണ്ട്. മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു സം ആർ. അപ്പോൾ ഇതാണ് സി ആണ് സർക്കിൾ ഓഫ് കൺവേർജൻസ് ആൻഡ് ആർ ഈസ് ദി റേഡിയസ് ഓഫ് കൺവേർജൻസ്. ഇത് പ്രൂവ് ചെയ്യുന്നത് ടേം ബൈ ടേം ഇൻ്റഗ്രേഷൻ്റെ റിസൾട്ട് ഉപയോഗിച്ചാണ്. വി ഹാവ് ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് സെഡ് ഇൻറ്റു എസ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an integral over c g of z into z minus z naught all raised to n dz. ഈ റിസൾട്ട് നമുക്കുണ്ട്. ഇവിടെ കണ്ടീഷൻ ഇറ്റ് ഈസ് ട്രൂ ഫോർ എവറി കണ്ടിന്യൂസ് ഫംഗ്ഷൻ g of z ഡിഫൈൻഡ് ഓൺ c. സിയിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഏത് കണ്ടിന്യൂസ് ഫംഗ്ഷനും ഈ റിസൾട്ട് ട്രൂ ആണ്. നമുക്ക് g of zന് ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ എടുക്കാം. g of z ഈക്വൽ ടു 1 എന്നെടുക്കാം. 1 is a constant function, അത് കണ്ടിന്യൂസ് ആണ്. ദെൻ ഈ 1നും ഇത് ട്രൂ ആയിരിക്കുമ്പോൾ 1 അപ്ലൈ ചെയ്താൽ ഇവിടെ 1 കൊടുക്കുക, ഇവിടെയും 1 കൊടുക്കുക. ഇൻ്റഗ്രൽ ഓവർ സി എസ് ഓഫ് സെഡ് ഡി സെഡ് എന്നാവും ഈക്വൽ ടു സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ സി z മൈനസ് z നോട്ട് ഓൾ റേസ് ടു n ഇൻറ്റു ഡി സെഡ്. ഇനി ഈ ടേം ഇൻ്റഗ്രൽ ഓവർ സി z മൈനസ് z നോട്ട് ഇൻറ്റു z നോട്ട് ഓൾ റേസ് ടു n ഡി സെഡ്. ഈ റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രൽ ഓവർ സി z മൈനസ് z നോട്ട് ഓൾ റേസ് ടു m ആയിരുന്നു നമ്മൾ ചെയ്തത്. ഈക്വൽ ടു 2πi if m ഈക്വൽ ടു -1, 0 if m നോട്ട് ഈക്വൽ ടു -1. m -1 ആകുമ്പോൾ, അതായത് ഈ പവർ -1 ആകുമ്പോൾ ഇതെന്താണ് 2πi ആണ്. അല്ലാത്തപ്പോഴൊക്കെ അത് 0 ആണ്. ഇവിടെ n -1 എന്നുള്ള പോസിബിലിറ്റി എന്നിനില്ല. കാരണം n-ന് 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള വാല്യൂ ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ -1 എന്നുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പോൾ ഈ ടേം എല്ലായ്പ്പോഴും ഈ സീരീസിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. സോ റൈറ്റ് സൈഡ് മൊത്തത്തിൽ 0 ആവും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ സി എസ് ഓഫ് സെഡ് ഡി സെഡ് ഈക്വൽ ടു 0 എന്ന് കിട്ടും.
ദാറ്റ് ഈസ് എസ് ഓഫ് സെഡ് ഒരു പവർ സീരീസിൻ്റെ സമ്മാണ്, കണ്ടിന്യൂസ് ആണ്. ആൻഡ് സി എന്ന് പറയുന്നത് ഒരു സർക്കിൾ ഓഫ് കൺവേർജൻസ് ആണ്, ദാറ്റ് ഈസ് ക്ലോസ്ഡ് ആണ്. സോ ഇൻ്റർവൽ ഓവർ സി ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ, അതിന് ഇൻ്റർവൽ 0 ആണ്. ഇൻ്റർവൽ ഓവർ എ ക്ലോസ്ഡ് കോണ്ടൂർ a continuous function 0 ആണ്. Then we can apply the Morera's theorem. By Morera's theorem S of Z is analytic എന്ന് കിട്ടും. S of Z is analytic. So that is the proof of the corollary. ഇതാണ് ഇൻ്റഗ്രേഷൻ പവർ സീരീസിൻ്റെ ഇൻ്റഗ്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള 2 റിസൾട്ടുകൾ. ഏതൊരു പവർ സീരീസിനെ നമുക്ക് ടേം ബൈ ടേം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് ആ സർക്കിൾ ഓഫ് കൺവേർജൻസിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ നൗ വി കൺസിഡർ ദ ഡിഫറൻസിയേഷൻ ഓഫ് പവർ സീരീസ്. വി ഹാവ് എ തിയറം. ദി പവർ സീരീസ് എസ് ഓഫ് സെഡ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 to infinity an z minus z naught all raised to n can be differentiated term by term within its circle of convergence. That is, at each point z interior to the circle of convergence of that series, s dash of z equal to sigma n equal to 1 to infinity n into an z minus z naught all raised to n minus 1. നേരത്തെ നമ്മൾ ടേം ബൈ ടേം ഇൻ്റഗ്രേഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ഡിഫറൻസിയേഷൻ്റെ കാര്യം പറയുന്നു. n equal to 0 to infinity an z minus z naught all raised to n എന്നുള്ള പവർ സീരീസ് അത് കൺവേർജ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമ്മ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് എസ് ഓഫ് സെഡ് ആണ്. അപ്പോൾ അതിനൊരു സർക്കിൾ ഓഫ് കൺവേർജൻസ് ഉണ്ടാവും, സെറ്റ് നോട്ട് സെൻറ്ററായിട്ട് സം റേഡിയസ് ആർ എന്നെടുക്കാം. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഇൻറ്റീരിയറിലുള്ള ഏത് പോയിൻ്റ് സെഡ് എടുത്താലും അതിലെല്ലാം ഇതിന് ഡെറിവേറ്റീവ് ഉണ്ടാവും. എസ് ഡാഷ് ഓഫ് സെഡ് എക്സിസ്റ്റ് ചെയ്യും. ഇനി അതിന് എങ്ങനെ ഡെറിവേറ്റീവ് കാണും? ഈ പവർ സീരീസിൻ്റെ ഡെറിവേറ്റീവ് കണ്ടാൽ മതി. ഇപ്പോൾ സിഗ്മ എൻ ഈക്വൽ ടു എ എൻ വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണല്ലോ നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നത്. അപ്പോൾ എ എൻ കോൺസ്റ്റൻ്റ് ആണ്. സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എന്നിൻ്റെ എൻ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ മൈനസ് 1. സോ എൻ ഈക്വൽ ടു 0 to infinity ആയിരുന്നു ഇവിടെ എൻ ഈക്വൽ ടു 1 to infinity ആവും. അതായത് ഫസ്റ്റ് ടേം ക്യാൻസൽ ചെയ്ത് പോകും, കാരണം എ നോട്ട് എന്നാണ് വരിക ഫസ്റ്റ് ടേം അല്ലേ. എ നോട്ട് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എ നോട്ട് കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയി പോകും. അപ്പോൾ A1 മുതലുള്ള ടേംസേ ഉണ്ടാവുള്ളൂ ഡെറിവേറ്റീവ് സീരീസിൽ. അപ്പോൾ ഇങ്ങനെ ഡെറിവേറ്റീവ് കാണാം, ടേം ബൈ ടേം ഡെറിവേറ്റീവ് കാണാം, ടേം ബൈ ടേം ഡിഫറൻസിയേഷൻ പോസിബിൾ ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ അത് റിസൾട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം എസ് ഓഫ് സെഡ് ഈക്വൽ ടു പവർ സീരീസ് തന്നിട്ടുണ്ട്. ഇൻ ഇറ്റ് സർക്കിൾ ഓഫ് കൺവേർജൻസ് സം മോഡ് സെഡ് മൈനസ് സെഡ് നോട്ട് ഈക്വൽ ടു ആർ എന്നെടുക്കാം. ആൻഡ് സി എന്ന് പറയുന്നത് ഈ സർക്കിൾ ഓഫ് കൺവേർജൻസിനുള്ളിലുള്ള ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ് ഇൻ ദി പോസിറ്റീവ് ഡയറക്ഷൻ. ആൻഡ് എസ് എന്ന് പറയുന്നത്, സോ വി ഹാവ് എ സർക്കിൾ ഓഫ് കൺവേർജൻസ്, ഒരു സർക്കിൾ ഉണ്ട്, ദെൻ സെൻറ്റർ സെഡ് നോട്ടും റേഡിയസ് ആറുമാണ്. അതിനുള്ളിലുള്ള ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂർ, ഇൻ ദി പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിമ്പിൾ ക്ലോസ്ഡ് കോണ്ടൂറാണ് സി. ദെൻ എസ് എന്ന് പറയുന്നത് ആ സിയിലെ സർക്കിളിലല്ല സിയിലെ ഒരു പോയിൻ്റാണ്, എവിടെയുള്ള ഒരു പോയിൻ്റാണ് എസ്. അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ജി ഓഫ് എസ് എടുക്കുക. ജി ഓഫ് എസ് ഈക്വൽ ടു ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: 1/2πi 1/s മൈനസ് സെഡ് ഹോൾ സ്ക്വയർ. 1/2πi ഇൻറ്റു 1/s മൈനസ് സെഡ് ഹോൾ സ്ക്വയർ. ഇതാണ് ജി. നമുക്ക് റിസൾട്ട് ഉണ്ട്, ഇൻ്റർവൽ ഓവർ സി ജി ഓഫ് എസ്സിലാണ് ചെയ്യുന്നത്, ഇൻറ്റു എസ് ഓഫ് എസ് ഡി എസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു, അതായത് ഈ എസ് എന്ന് പറയുന്നത് ഈ സം എസ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സ്മോൾ എസ് വേരിയബിളാണ്, നമ്മൾ ഒരു പോയിൻ്റ് എടുത്തല്ലോ, വിത്ത് റെസ്പെക്ട് ടു ആ വേരിയബിളാണ് എടുക്കുന്നത്, അതായത് സിയിലെ ഒരു പോയിൻ്റ് എന്നുള്ള മീനിങ്. സിഗ്മ എൻ ഈക്വൽ ടു 0 to infinity an ഇൻറ്റു ഇൻ്റർവൽ ഓവർ സി ജി ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് സെഡ് നോട്ട് ഹോൾ റൈസ് ടു എൻ ഡി എസ്. നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ടേം ബൈ ടേം ഇൻ്റഗ്രേഷനിലെ തിയറത്തിലെ ആ ഇക്വേഷനാണ്. അതിൽ സെഡ് ഈസ് റീപ്ലേസ്ഡ് ബൈ എസ്.
സെഡിന് പകരമൊക്കെ എസ് ആണ് വേരിയബിളാണ് ഡിനോട്ട് ചെയ്തിട്ടുള്ളതെന്ന് മാത്രം. നൗ വി ഹാവ് ഇനി നമ്മൾ ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡ് കാണും. അതായത് ജി ഓഫ് എസ് നമ്മളൊരു ജി ഓഫ് എസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആ ഡിഫൈൻ ചെയ്ത ജി ഓഫ് എസ് ലെഫ്റ്റ് സൈഡിലും കൊടുക്കും അതുപോലെ റൈറ്റ് സൈഡിലും കൊടുക്കും. എന്നിട്ട് അത് ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട റിസൾട്ട് കിട്ടും. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എസ് ഇൻറ്റു എസ് ഓഫ് എസ് ഡി എസ്. ഇപ്പോൾ ജി ഓഫ് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/2πi ഇൻറ്റു 1/s മൈനസ് സെഡ് ഹോൾ സ്ക്വയർ ഇൻറ്റു എസ് ഓഫ് എസ് ഡി എസ്. 1/2π ഔട്ട് സൈഡ് എടുക്കാം. 1/2πi ഇൻ്റഗ്രൽ ഓവർ സി എസ് ഓഫ് എസ് ഡിവൈഡ് ബൈ എസ് മൈനസ് സെഡ് ഹോൾ സ്ക്വയർ ഡി എസ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷനാണ്. ഇതിൻ്റെ വേറൊരു ഫോമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കുക. ജനറൽ ഫോം എഴുതാം. n ഫാക്ടോറിയൽ ബൈ 2πi ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് സെഡ് ഡി സെഡ് ബൈ സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു n പ്ലസ് 1. ഇത് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയുടെ എക്സ്റ്റൻഷനാണ്. എക്സ്റ്റൻഷൻ ഓഫ് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിസ് ഇസ് ഈക്വൽ ടു എഫ് എൻ ഓഫ് സെഡ് നോട്ട്. അപ്പോൾ ഇവിടെ എഫിൻ്റെ സ്ഥാനത്ത് എസ് ആണ്, സെഡിൻ്റെ സ്ഥാനത്ത് സ്മോൾ എസ് ആണ്, അതുപോലെ സെഡ് നോട്ടിൻ്റെ സ്ഥാനത്ത് സെഡാണ്. ഇത്രയാണ് കമ്പയർ ചെയ്യുന്നത്. അതുപോലെ n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. സോ n ഈക്വൽ ടു 1. സോ ഇത് ഒരു ഫസ്റ്റ് ഡെറിവേറ്റീവാണ് എഫിൻ്റെ, അതായത് എസിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവാണ്. എസ് ഡാഷ് ആണ്. ഏത് പോയിന്റിലെ സെഡ് നോട്ടിലാണ് വേണ്ടത്. സെഡ് നോട്ടിൻ്റെ സ്ഥാനത്ത് ഇവിടെ സെഡാണ്. അപ്പോൾ ഇത് എസ് ഡാഷ് ഓഫ് സെഡ് എന്ന് കിട്ടും. സോ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതായിരുന്നു. ദാറ്റ് ഈസ് വി ഗെറ്റ് ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എസ് ഇൻറ്റു എസ് ഓഫ് എസ് ഡി എസ് ഇസ് ഈക്വൽ ടു എസ് ഡാഷ് ഓഫ് സെഡ് എന്ന് കിട്ടും. ഇനി ഇതുപോലെ റൈറ്റ് സൈഡ് കാണാം. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് സിഗ്മ ഒഴിവാക്കിയിട്ട് ആ ഇൻ്റഗ്രേഷൻ മാത്രം കാണാം. എന്നിട്ട് സിഗ്മ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ ഡി എസ്. അപ്പോൾ ജി ഓഫ് എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/2πi ഇൻറ്റു 1/s മൈനസ് സെഡ് ഹോൾ സ്ക്വയർ ഇൻറ്റു ബാക്കിയുള്ള ടേം എസ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ ഡി എസ്. സോ വി ഗെറ്റ് ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ ഡി എസ് ഈക്വൽ ടു 1/2πi കോൺസ്റ്റൻ്റ് ആണ്. 1/2πi ഇൻ്റഗ്രൽ ഓവർ സി എസ് മൈനസ് സെഡ് നോട്ട് ഹോൾ റേസ് ടു എൻ ഡിവൈഡ് ബൈ എസ് മൈനസ് സെഡ് ഹോൾ സ്ക്വയർ ഡി എസ്. ഇവിടെ നമുക്ക് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുലയുടെ എക്സ്റ്റൻഷൻ കൊണ്ട് നമുക്ക് കമ്പയർ ചെയ്യാം. ഇവിടെ എഫ് ഓഫ് സെഡിൻ്റെ സ്ഥാനത്ത് എസ് മൈനസ് സെഡ് നോട്ടാണ്. എസ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ ആണ്. ഓക്കെ. അതുപോലെ സെഡ് നോട്ടിൻ്റെ സ്ഥാനത്ത് സെഡ് ആണ്. n പ്ലസ് 1ൻ്റെ സ്ഥാനത്ത് 2 ആണ്. സോ n ഈക്വൽ ടു 1. സോ ഇതും ഒരു ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. ഡി ബൈ ഡി എസ് ഓഫ് എസ്സിലാണ് ഡെറിവേറ്റീവ് ഓഫ് എഫിൻ്റെ സ്ഥാനത്ത് എസ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ അറ്റ് ദ പോയിൻറ്റ് സെഡിലാണ്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? വിത്ത് റെസ്പെക്ട് ടു എസ് എൻ ഇൻറ്റു എസ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ മൈനസ് 1 അറ്റ് സെഡ്. അതായത് എസ്സിലാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എസ്സിന് എന്ത് കൊടുക്കുക? സെഡ് എന്ന് കൊടുക്കുക. സോ എൻ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ മൈനസ് 1 എന്ന് വരും. സോ റൈറ്റ് സൈഡ് നമുക്ക് ഇങ്ങനെ കിട്ടി. റൈറ്റ് സൈഡ് കംപ്ലീറ്റ് അല്ല, അതിൻ്റെ കൂടെ ഒരു സമ്മേഷനും കൂടെ ചെയ്താൽ സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ ഇൻ്റഗ്രൽ ഓവർ സി ജി ഓഫ് എസ് ഇൻറ്റു എസ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ ഡി എസ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ എൻ ഇൻറ്റു എ എൻ ഇൻറ്റു സെഡ് മൈനസ് സെഡ് നോട്ട് ഓൾ റേസ് ടു എൻ മൈനസ് 1. ദിസ് ഈസ് നമ്മുടെ
റൈറ്റ് സൈഡ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് കിട്ടിയത് എന്തായിരുന്നു? എസ് ഡാഷ് സെറ്റ്. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ വരും? എസ് ഡാഷ് ഓഫ് സെറ്റ് ഈക്വൽ ടു, ഇത് ലെഫ്റ്റ് സൈഡാണ് കിട്ടിയത്, റൈറ്റ് സൈഡ് കിട്ടിയത് ഇത് സിഗ്മ എൻ ഈക്വൽ ടു 0 to infinity n into a n z minus z naught all raised to n minus 1. അപ്പോൾ ഇനി നമ്മൾ എന്നിന് വാല്യൂ കൊടുത്താൽ ഫസ്റ്റ് എന്നിന് 0 കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് ടേം 0 പ്ലസ് എന്നാ വരും. അപ്പോൾ എന്നിന് 0 കൊടുക്കുന്ന വാല്യൂ, എന്നിൻ്റെ 0 എന്ന വാല്യൂ അതിന് n ഈക്വൽ ടു 0 മുതലെടുത്താലും n ഈക്വൽ ടു 1 മുതലെടുത്താലും ഈ സീരീസ് ഒരേപോലെയാണ് വരിക. അതുകൊണ്ട് തന്നെ നമ്മൾ n ഈക്വൽ ടു 1 to infinity എടുത്താൽ മതി. n ഈക്വൽ ടു 1 to infinity n into a n into z minus z naught all raised to n minus 1 എന്ന് കിട്ടും. So that is the term by term differentiation of a power series. Now we consider a problem. Show that the power series sigma n equal to 1 to infinity n into a n into z raised to n minus 1 obtained by differentiating the power series sigma n equal to 0 to infinity a n z raised to n term by term has the same radius of convergence as the original series. അതായത് രണ്ട് സീരീസുകൾ തന്നിട്ടുണ്ട്. സിഗ്മ എൻ ഈക്വൽ ടു 0 to infinity a n z raised to n. ഈ സീരീസിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് കിട്ടുന്ന സീരീസാണ് സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity n into a n into z raised to n minus 1. അതായത് ഈ ഫസ്റ്റ് സീരീസിൻ്റെ ഡെറിവേറ്റീവ് ആണ് സെക്കൻഡ് സീരീസ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് സീരീസിനും ഫസ്റ്റിനും സെക്കൻഡിനും സെയിം റേഡിയസ് ഓഫ് കൺവേർജൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഈ പ്രോബ്ലം പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു സീരീസിനും അതിൻ്റെ ഡെറിവേറ്റീവ് സീരീസിനും സെയിം റേഡിയസ് ഓഫ് കൺവേർജൻസ് ആയിരിക്കും. സോ അത് പ്രൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്നത് രണ്ട് സീരീസിൻ്റെയും റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണും, എന്നിട്ട് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നു. ഫസ്റ്റ് സീരീസ് സിഗ്മ എൻ ഈക്വൽ ടു 0 to infinity a n z raised to n. ദാറ്റ് മീൻസ് a naught പ്ലസ് a1z പ്ലസ് a2z സ്ക്വയർ പ്ലസ് എക്സെട്ര. അതുപോലെ സെക്കൻഡ് സീരീസ് സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity n into a n z raised to n minus 1. ദാറ്റ്സ് ഈക്വൽ ടു a1 പ്ലസ് 2a2z പ്ലസ് 3a3z സ്ക്വയർ പ്ലസ് എക്സെട്ര. സെക്കൻഡ് സീരീസിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, സിഗ്മ എൻ ഈക്വൽ ടു 0 to infinity, അതായത് 1 to infinity ആണ് ഇവിടെ. ഇനി അതിനെ 0 മുതൽ എഴുതണമെങ്കിൽ അങ്ങനെ എഴുതിയാൽ മതി, n ഈക്വൽ ടു 0 to infinity n പ്ലസ് 1 ഇൻറ്റു a n പ്ലസ് 1 z raised to n എഴുതിയാൽ മതി. സെയിം റിസൾട്ടാണ്, സെയിം സീരീസാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഫസ്റ്റ് സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ക്യാപിറ്റൽ R എന്നും സെക്കൻഡ് സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ക്യാപിറ്റൽ R1 എന്നും എടുക്കുക. സോ R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം, 1 by ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് a n റേസ് ടു 1 by n. ഫസ്റ്റിൽ 1 by ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് z റേസ് ടു n കൂടെ വരുന്നതാണ് a n. സോ ഇവിടെ സെയിം ആണ്, a n തന്നെയാണ് കിട്ടുക. സോ നമുക്ക് 1 by R കണ്ടു കൊടുക്കാം. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും, ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോഡ് a n റേസ് ടു 1 by n എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി സെക്കൻഡ് സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ്, അപ്പോൾ അവിടെ എന്നിൻ്റെ സ്ഥാനത്ത് z റേസ് ടു n മൈനസ് 1 കൂടെയുള്ളത്, സോറി ഈ സീരീസ് അല്ല ഇത്, z റേസ് ടു n കൂടെയുള്ളത് n പ്ലസ് 1 ഇൻറ്റു a n പ്ലസ് 1 ആണ്. സോ R ഈക്വൽ ടു 1 by ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n പ്ലസ് 1 ഇൻറ്റു a n പ്ലസ് 1 മോളസ് ആണ് റേസ് ടു 1 by n എന്ന് വരും. സോ 1 by R1 ആണ് കൊടുത്തത്. 1 by R1 ഈക്വൽ ടു ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി മോളസ് ഓഫ് n പ്ലസ് 1 ഇൻറ്റു a n പ്ലസ് 1 റേസ് ടു 1 by n. സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി n plus 1 modulus of n plus 1 raised to 1 by n, a n plus 1 raised to 1 by n. Then limit n tends to infinity modulus of n plus 1 raised to 1 by n into mod a n plus 1 raised to 1 by n. That is limit n tends to infinity
n outside എടുത്താൽ n into 1 plus 1 by n whole raised to 1 by n into modulus of an plus 1 raised to 1 by n. ഇവിടെ മോഡുലസ് ഒഴിവാക്കാൻ കാരണം ഇവിടെ n എല്ലാം പോസിറ്റീവാണ്. സോ മോഡുലസ് എഴുതിയാലും എഴുതിയില്ലെങ്കിലും നമുക്ക് സെയിം മീനിങ് ആണ്, പോസിറ്റീവ് ആയതുകൊണ്ട്. ലിമിറ്റ് n tends to infinity n raised to 1 by n 1 plus 1 by n all raised to 1 by n modulus of an plus 1 raised to 1 by n. ലിമിറ്റ് n tends to infinity n raised to 1 by n എന്ന് പറഞ്ഞാൽ 1 ആണ്. ലിമിറ്റ് n tends to infinity 1 plus 1 by n raised to 1 by n എന്ന് പറഞ്ഞാൽ 1 plus 0 raised to 0, that is again 1. അപ്പോൾ ബാക്കി എന്തുണ്ടാവും? ലിമിറ്റ് n tends to infinity modulus of an plus 1 raised to 1 by n. This is also equal to limit n tends to infinity mod an raised to 1 by n. അതായത് ഒരു സീരീസിൽ nth ടേമിൻ്റെ ലിമിറ്റും n plus 1th ടേമിൻ്റെ ലിമിറ്റും ഒക്കെ സെയിം ആയിരിക്കും. സോ ദിസ് ഈസ് 1 by r1. ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 1 നമുക്കുണ്ടായിരുന്നു 1 by r equal to limit n tends to infinity mod an raised to 1 by n. 1 by r1 equal to limit n tends to infinity mod n raised to 1 by n. From 1 and 2 1 and 2 equal ആണ്. That is 1 by r equal to 1 by r1. That implies r equal to r1. That is radius of convergence of the first series equal to radius of convergence of the second series. That means second series means the derivative series. അപ്പോൾ ഒരു പവർ സീരീസിൻ്റെയും അതിൻ്റെ ഡെറിവേറ്റീവ് സീരീസിൻ്റെയും റേഡിയസ് ഓഫ് കൺവേർജൻസ് സെയിം ആയിരിക്കും. We have another problem. Show that the function f of z defined below is entire using its series representation. F of z equal to sin z by z when z not equal to 0 and 1 if z equal to 0. അതായത് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അത് എൻ്റയർ ഫംഗ്ഷനാണ് എന്ന് പ്രൂവ് ചെയ്യണം. എൻ്റയർ ഫംഗ്ഷനാണെന്ന് പ്രൂവ് ചെയ്യാൻ പല മെത്തേഡുകളുണ്ട്. ഇവിടെ സീരീസ് റെപ്രസെൻറ്റേഷൻ ഉപയോഗിച്ചിട്ടാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? സെഡ് ഈക്വൽ ടു 0യിലാണ് പ്രോബ്ലം. സെഡ് ഈക്വൽ ടു 0യിൽ ആദ്യത്തേൽ നോട്ട് ഈക്വൽ ടു 0 ആകുമ്പോൾ സൈൻ സെഡ് ബൈ സെഡ് ആണ്, സെഡ് ഈക്വൽ ടു 0 ആകുമ്പോൾ 1 ആണ്. അപ്പോൾ നമ്മൾ സൈൻ സെഡ് ബൈ സെഡിൻ്റെ സീരീസ് ഉപയോഗിച്ചിട്ട് ഒരു സീരീസ് റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കുക. സൈൻ സെഡിൻ്റെ സീരീസ് നമുക്കറിയാം. എബൌട്ട് സെഡ് ഈക്വൽ ടു 0 ആകുമ്പോൾ മക്ലോറിൻ സീരീസ് എഴുതിയാൽ മതിയാവും. ദെൻ അതിനെ സെഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന എഫ് ഓഫ് സെഡ് എന്ന് വിളിച്ചാൽ ദെൻ ഇതിൽ നമ്മൾ സെഡിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എഫ് ഓഫ് 0. അപ്പോഴും നമുക്ക് 1 എന്ന് തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ഇത് എൻ്റയർ ആണെന്ന് പറയാം. കാരണം നമുക്ക് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഫംഗ്ഷനിൽ സെഡ് ഈക്വൽ ടു 0 ആകുമ്പോൾ 1 ആണ്. ഇനി സീരീസ് എക്സ്പാൻഷൻ കൊടുക്കുമ്പോൾ അതിൽ സെഡിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും 1 തന്നെ കിട്ടിയാൽ ദ പ്രോബ്ലം ഈസ് സോൾവ്ഡ്. സോ സൈൻ സെഡ് നമുക്കറിയാം. സൈൻ സെഡിൻ്റെ മക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ സെഡ് മൈനസ് സെഡ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെഡ് റൈസ് ടു 5 ബൈ 5 ഫാക്ടോറിയൽ മൈനസ് സെഡ് റൈസ് ടു 7 ബൈ 7 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഇൻ മോഡ് സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി. കംപ്ലീറ്റ് പ്ലെയിനിൽ അനാലിറ്റിക് ആണ്. സൈൻ സെഡ് എൻ്റയർ ഫംഗ്ഷനാണ്. ഇനി സൈൻ സെഡ് ബൈ സെഡ് ഡിവൈഡ് ചെയ്യുക വെൻ സെഡ് നോട്ട് ഈക്വൽ ടു 0. ദെൻ വി ഗെറ്റ് 1 മൈനസ് സെഡ് കൊണ്ട് ത്രൂ ഔട്ട് സെഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 മൈനസ് z square by 3 factorial plus z raised to 4 by 5 factorial minus z raised to 6 by 7 factorial plus etc. അപ്പോൾ ഇതിനെ ഒന്ന് സീരീസ് എക്സ്പാൻഷനിൽ എഴുതുന്നുണ്ട്. സിഗ്മ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. ആൾട്ടർനേറ്റീവ് പ്ലസ് ഓർ മൈനസ് ആണ്, അതുകൊണ്ട് -1 റൈസ് ടു n വരും. ദെൻ സെഡ് റൈസ് ടു സെഡിൻ്റെ പവേഴ്സ് എല്ലാം ഈവൻ പവേഴ്സാണ്. അപ്പോൾ 2n ഡിവൈഡ് ബൈ പവറിനേക്കാൾ 1 കൂടുതലാണ് താഴെയുള്ള ഫാക്ടോറിയൽ. 2 വരുമ്പോൾ 3 ഫാക്ടോറിയൽ, 4 വരുമ്പോൾ 5 ഫാക്ടോറിയൽ, 6 വരുമ്പോൾ 7 ഫാക്ടോറിയൽ എക്സെട്ര. അപ്പോൾ 2n പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് വരും ഇൻ മോഡ് സെഡ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ദെൻ എന്താണ് ഇതിനെ എഫ് ഓഫ് സെഡ് എന്ന് വിളിച്ചാൽ സൈൻ സെഡ് ബൈ സെഡ് ഈക്വൽ ടു ഈ സീരീസ് എക്സ്പാൻഷൻ കൊടുത്താൽ നമുക്ക് എഫ് ഓഫ് 0 എന്ത് കിട്ടും? എഫ് ഓഫ് 0 നോക്കാം. ഇവിടെ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 മൈനസ് സെഡ് സ്ക്വയർ ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് സെഡ് റൈസ് ടു 4 ബൈ 5 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര ഉണ്ടല്ലോ. അതിൽ സെഡിന് 0 കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ബാക്കിയുള്ള എല്ലാ ടേമിലും സെഡ് ഉണ്ട്, സോ 0 ആയി മാറും. സോറി, എഫ് ഓഫ് 0 1, എഫ് ഓഫ് 0 ഈക്വൽ ടു 1. അത് തന്നെയാണ്
ഇവിടെയും പറഞ്ഞിട്ടുള്ളത് വെൻ സെറ്റ് ഈക്വൽ 0 ദ ഫംഗ്ഷൻ്റെ വാല്യൂ എന്താണ് 1 ആണ്. സോ 0യിൽ മാത്രമേ അതിന് പ്രോബ്ലം ഉള്ളൂ. കാരണം നമുക്കറിയാം സൈൻ സെറ്റ് ബൈ സെറ്റ് അതിന് സെറ്റ് ഈക്വൽ ടു 0 ആകുമ്പോൾ മാത്രമേ അത് അനാലിറ്റിക് അല്ലാത്തുള്ളൂ. കാരണം സൈൻ സെറ്റ് എൻ്റെയർ ഫംഗ്ഷനാണ്. സെറ്റ് ഒരു പോളിനോമിയലാണ്, എല്ലായിടത്തും അനാലിറ്റിക് ആണ്. പക്ഷേ സൈൻ സെറ്റ് ബൈ സെറ്റ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഡിഫൈൻഡ് അല്ല, സൈൻ 0/0 എന്ന് വരും. പക്ഷേ 0യിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്താണ്, ഇതിൻ്റെ വാല്യൂ 1 ആണ്. അത് സീരീസ് ഉപയോഗിച്ച് നമുക്ക് പ്രൂവ് ചെയ്യാനും കഴിഞ്ഞിട്ടുണ്ട്. സോ ദി ഫംഗ്ഷൻ ഈസ് എൻ്റെയർ.